ആശ്വാസമായിട്ട് ആരും വരുന്നുമില്ലല്ലോ. മാഡം, എന്റെ മോൻ. മാഡം വിഷമിക്കാതിരിക്കെ. എന്റെ ദുഃഖം മനുഷ്യരും കാണുന്നില്ല, ദൈവങ്ങളും കാണുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ വിഷമിക്കാതിരിക്കും? മാഡം, ഈശ്വരന്റെ മുമ്പിൽ അപേക്ഷിച്ചതുപോലെ MLA മുമ്പിലും ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചതാ എന്റെ മോനെ ഒന്ന് കണ്ടുപിടിച്ചു തരാൻ. ആരും എന്റെ കണ്ണുനീര് കാണുന്നില്ല. മാഡം, DVSP പിന്നെ വിളിച്ചിരുന്നോ? അന്വേഷണ പുരോഗതിയോ മറ്റോ അറിയിച്ചിരുന്നോ? പോലീസിലുള്ള വിശ്വാസം എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ദേവിക എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിരുന്നോ? അതോ എന്നോടുള്ള പഴയ വൈരാഗ്യം മനസ്സിൽ വെച്ച് പോലീസിനോട് വിളിച്ചു പറഞ്ഞോ ഋഷിയെക്കുറിച്ച് അന്വേഷിക്കണ്ടെന്ന്? മാഡം, മാഡം ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ലാണ്ടായി. മുമ്പൊരു സമയത്ത് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയൊക്കെ ആയിട്ട് ഒരാൾ എൻ്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. നീ ദേവിക. എൻ്റെ സത്യവും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി നീ നിന്റെ വീട്ടുകാരോടും ഭർത്താവിനോടൊക്കെ എനിക്ക് വേണ്ടി ബാധിച്ചു. നന്ദനുമായി അഭിപ്രായ വ്യത്യാസം വന്നിട്ടും അകലുമെന്നുള്ള നില വന്നിട്ടും പോലും എന്നെ നീ കൈവിട്ടില്ല. ഋഷിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ കൂടെ നിന്നു. നീ എന്നെ മാഡം എന്ന് വിളിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കണമെന്ന് ഞാൻ തിരുത്തി. മകളോടുള്ള വാത്സല്യം തന്നെ നിനക്ക് തന്നു. ഋഷി എനിക്ക് മകനും നീ എനിക്ക് മകളുമായി. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ മകൾ എന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പോഴിതാ മകനും കൈവിട്ടു പോയി. മാഡം, കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വിഷമിക്കണ്ട. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയൊന്നുമില്ലാത്തവർക്ക് കഴിഞ്ഞു പോയ നല്ല കാലങ്ങളേ ഉള്ളൂ ദേവിക ഓർമ്മിക്കാൻ. ജീവിക്കാൻ ആ ഓർമ്മകൾ വേണം. മാഡം, എല്ലാം ശരിയാവും. ഋഷിയും തിരിച്ചു വരും. വിഷമിക്കാതിരിക്കെ. സന്തോഷത്തിന്റെ നടുവിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെ വിഷമിക്കാതിരിക്കുമെന്നുള്ള അച്ചടി വാക്കുകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. അത് പക്ഷെ ആശ്വാസമാവില്ല. സന്തോഷത്തിന്റെ നടുവിലോ? ഞാനാണോ സന്തോഷത്തിന്റെ നടുവിലാണെന്ന് മാഡം ഉദ്ദേശിച്ചത്? അതെ, നീ സന്തോഷത്തിന്റെ നടുവിൽ തന്നെയാ. അധികാരമുള്ള പദവി, സ്നേഹമുള്ള ഭർത്താവ്, ഭർത്താവിന്റെ വീട്ടുകാരുടെ അഭിമാനം. എന്താ നിനക്കൊരു സന്തോഷക്കുറവ്? മാഡത്തിനത് മനസ്സിലാവില്ല. നമ്മളെ തൊഴുത ദൈവത്തിനറിയാൻ കാര്യങ്ങൾ. ചോദിച്ചാ ദൈവം പറഞ്ഞു തരും. എന്താ ദേവിക, എന്താ പ്രശ്നം? ഒന്നുമില്ല മാഡം, അത് വിട്ടേക്ക്. പിന്നെ ഋഷിയുടെ കാര്യം മാഡം വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, 100% ആത്മാർത്ഥമായിട്ടാ ഞാനിതിൽ ഇടപെട്ടത്. അവൻ എൻ്റെ സഹോദരനാ, എൻ്റെ മണ്ഡലത്തിലെ വ്യക്തിയാ. 2 തരത്തിലും അവനെ കണ്ടുപിടിക്കേണ്ട കടമ എനിക്കുണ്ട്. ഞാനിന്ന് വീണ്ടും വിളിക്കുന്നുണ്ട് ആ DVSPയെ. ദൈവത്തിന്റെ നടയിൽ നിന്ന് ഞാൻ 100% സത്യസന്ധമായിട്ടാ പറയുന്നേ. ഞാൻ ആത്മാർത്ഥമായിട്ടാ മാഡത്തിന് വേണ്ടി ഇടപെട്ടത്. അങ്ങനെയാണെങ്കിൽ ആ DYSP നമ്മളെ 2 പേരെയും പറ്റിക്കുകയാണ് ദേവിക. അതെ, അയാളുടെ നീക്കങ്ങളിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല മാഡം. എന്തായാലും ശരി, ഞാൻ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. മാഡം ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടുപിടിക്കും. ഞാൻ ചെല്ലട്ടെ.
ധൈര്യമായിട്ടിരിക്കെ. എന്താ ദേവിക? MLA സ്ഥാനമൊക്കെ രാജിവെച്ച് കുറെ ദിവസം വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. എന്തു പറ്റി? ആ പ്ലാന്റിന് അനുമതി കൊടുത്തത് മുതൽ ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. നന്ദുവിനും കൂടെ വേണ്ടിയാ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തി ചെയ്തേ. എന്നിട്ട് നന്ദു എന്നോട് നീതി കാണിക്കുന്നില്ല. അച്ഛൻ എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഗിരീഷേട്ടന് ഞാനിപ്പോ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ആളാ. പാർട്ടിയിലെ യുവാക്കൾക്ക് ഞാൻ പരിസ്ഥിതിക്ക് വിരുദ്ധയാ. മതിയായി. രാഷ്ട്രീയമല്ല, ജീവിതം തന്നെ അവസാനിപ്പിക്കാനാ തോന്നുന്നു. ദേവികയുടെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുതിയ കൂട്ടുകെട്ടുകള് നന്ദനെ കുഴപ്പത്തിലാക്കുന്നത്. കെവിൻ ആൾ സ്ട്രെയിറ്റ് അല്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. അയാൾ എന്നെ ഒന്ന് വിശ്വസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അയാൾ എന്തോ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. കെവിൻ അല്ല മുരളേട്ട നന്ദുന്റെ മാറ്റത്തിന് കാരണം. അവള് ഇസബല്ലയാ. കോളേജിൽ വെച്ച് അവള് നന്ദുന്റെ പുറകെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നന്ദുന് അവളൊരു ഫ്രണ്ട് മാത്രമായിരുന്നു. മറ്റൊന്നും നന്ദുന്റെ മനസ്സിലില്ലായിരുന്നു. ഞാനുമായിട്ട് അടുത്തതോടെ അവളെ നന്ദു മൈൻഡ് ചെയ്തില്ല. അന്ന് സാധിക്കാത്തത് ഇന്ന് അവള് നേടി. ദേവിക മറ്റെന്തൊക്കെ നന്ദനെ കുറിച്ച് പറഞ്ഞാലും മറ്റൊരു പെണ്ണിനെ കുറിച്ച് അവന് ഒരിക്കലും ചിന്തിക്കില്ല. നന്ദു ചിന്തിക്കില്ലായിരിക്കും, പക്ഷെ അവള് ചിന്തിക്കും. അത് മതിയല്ലോ. അങ്ങനൊരു പെണ്ണ് സ്വാധീനിക്കാൻ വന്നാലൊന്നും നന്ദൻ ഇളകി പോവില്ല. ദേവികയുടെ സ്ഥാനത്ത് നന്ദൻ മറ്റാരെയും കാണില്ല. അതെ, അതെനിക്കറിയാം. എന്നെ മറന്നും നന്ദു ഒന്നും ചെയ്യില്ല. പക്ഷെ മുരളേട്ട നന്ദുനെ എന്തെങ്കിലും ഒരു കുടുക്കിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ, അതിന്റെ ഒരു പേടിയിലാണെങ്കിലോ നന്ദു ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നേ. എന്ത് കുടുക്കിൽപ്പെടുത്തിയെന്ന്? അതെന്താന്ന് എനിക്കറിയില്ല. എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നു. ഇന്നലെ രാത്രിയുള്ള സംഭവങ്ങള് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നന്ദു ബോധം കെട്ടി കിടക്കുന്നെന്ന് അച്ഛന് ഫോൺ വരുന്നു. അവിടെ ചെല്ലുമ്പോ കാണുന്നില്ല. പിന്നെ ഇസബെല്ല നന്ദുവിനെ കൊണ്ടുവരുന്നു. പിന്നെ കേൾക്കുന്നു നന്ദു ഋഷിയുടെ ആത്മാവിനെയോ പ്രേതത്തെയൊക്കെ കാണുന്നു. നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എനിക്കൊന്നും പിടികിട്ടിയില്ല. നടന്നതാണോ കഥയുണ്ടാക്കി പറഞ്ഞതാണോ ഒന്നും. ഇന്നതാ രാവിലെ ഇസബെല്ലയുടെ ഫോൺ വന്നു. ഉടനെ നന്ദു ഇറങ്ങിപ്പോയി. എന്നോട് കള്ളം പറഞ്ഞു കെവിനെ വിളിച്ചതെന്ന്. പിന്നെ ഫോൺ നോക്കിയപ്പോഴാ കണ്ടത് ഇസബെല്ലയാണെന്ന്. ജീവിതത്തിലും ആദ്യം മുരളേട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ദേവിക കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക. അതിനുള്ളിൽ വ്യക്തമായൊരു ചിത്രം നമുക്കറിയാം. എനിക്ക് മനസ്സിലാവുന്നില്ല മുരളേട്ട ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന്. സമാധാനായിട്ടിരിക്കുക, നമുക്ക് നോക്കാം. ഓഫീസിലൊന്ന് കയറിയിട്ട് വീട്ടിലേക്ക് പോവാം. നമസ്കാരം സാറേ.
സാറേ, എന്താ കേക്ക് ഇവിടെ? ദേഷ്യപ്പെടരുത്, ഞാൻ കാര്യം പറയാം. പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങാൻ പോവാ. സാർ അങ്ങോട്ട് വന്നൊന്ന് അനുഗ്രഹിക്കണം. ദേവിക മഠത്തെ ക്ഷണിക്കുന്നുണ്ട്. ദാ ക്ഷണക്കത്ത് ഒന്ന് പിടിച്ചാട്ടെ. പിന്നെ ഇത് കുറച്ച് സീറ്റ്സാ. ഒരു നല്ല മുഹൂർത്തമല്ലേ, സന്തോഷത്തോടെ സ്വീകരിക്കണം. വീട്ടിൽ വരുന്നത് ശത്രുക്കളായാലും മര്യാദയോടെ പെരുമാറണം എന്നുള്ളതാ എൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്കൾ വന്നതുപോലെ തിരിച്ചു പോണം. എന്തോന്ന് സാറേ ഇത്? പിണക്കമല്ലോ മാറ്റി ഒരു സന്തോഷ സാഹചര്യം ഉണ്ടാക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് സാർ ഒരുമാതിരി. എന്താ സാറേ, സാധാരണ എന്നെ അപമാനിച്ചവരുടെ അടുത്തേക്ക് ഞാൻ പിന്നെ പോവാറില്ല. പോവാറില്ലെന്ന് മാത്രമല്ല, അവര് എന്റെ അടുത്തേക്ക് വരുത്തുകയും ചെയ്യും. അതുകൊണ്ടേ ആലോചിച്ചൊക്കെ വേണം സംസാരിക്കാൻ. എല്ലാം ആലോചിച്ചിട്ടാ കേക്കെ മര്യാദ വിടാതെ സംസാരിക്കുന്നത്. സമയം മെനക്കെടുത്താതെ താ സ്ഥലം കാലിയാക്ക്. ചെല്ല്. കെ നായർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? ഞാനായിട്ടൊരു വ്യവസായിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള പഴി കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. ഒന്ന് പോണം മിസ്റ്റർ. ഇതുകൊണ്ടൊക്കെയാ താങ്കളെ പോലുള്ള മനസ്സ് മുരടിച്ച നേതാക്കന്മാര് ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നേ. കാലത്തിന്റെ മാറ്റം അറിയാൻ പാടില്ല. രണ്ട് ഉണക്ക ആദർശം പറഞ്ഞ പരിശുദ്ധനായെന്നാ വിചാരം. അതുകൊണ്ടാ രാഷ്ട്രീയത്തിലും പഴയ പഴഞ്ഞന്മാരെ ചവിട്ടി കളഞ്ഞിട്ട് പുതിയ പിള്ളേർ അവിടെ കയറിയിരിക്കുന്നത്. ഇവിടത്തെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ. നിങ്ങൾ ആ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാതിരിക്കാൻ നോക്കി, പക്ഷേ നിങ്ങളുടെ മരുമോൾ അനുവാദം തന്നു. ഹേ മിസ്റ്റർ, മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? മാഡം ദാ ക്ഷണക്കത്ത്. പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് മാഡം ഭർത്താവിനെയും കൂട്ടി അങ്ങോട്ട് വരണം. അല്ല, വരുമെന്ന് എനിക്കറിയാം. എന്റെ ഭർത്താവ് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. എന്താ മാഡം? ഇവിടുന്ന് പോവാൻ. നിങ്ങൾക്ക് പ്ലാന്റിന് പെർമിഷൻ കിട്ടിയല്ലോ. ഇനി അത് പ്രവർത്തിക്കുകയോ അടച്ചിടുകയോ ഒക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടം. ചന്ദ്രോത്തുനിന്ന് ആരും നിങ്ങളുടെ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് വരുമെന്ന് കരുതണ്ട. നിങ്ങൾ ആരായാലും. പ്രഭ, ഞാൻ സംസാരിച്ചോളാം. വേണ്ട സിദ്ധു, എനിക്ക് തന്നെ പറയണം. മിസ്റ്റർ കെ നായർ, ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിചാരിച്ച കാര്യം സാധിച്ചു. മറ്റൊരു സാഹചര്യത്തിൽ ഉയർന്നു പൊങ്ങിയ സ്ഥാപനം തകർന്നു വീഴുകയും ചെയ്യും. മുൻ MLA തോറ്റ സ്ഥാനാർത്ഥിയും കൂടെ എന്നെ ആക്ഷേപിക്കല്ലേ? നിങ്ങളൊരു നാടിനെ ആകെ ആക്ഷേപിച്ചില്ലേ? അതിലും വലുതല്ലല്ലോ ഒരു വ്യക്തിയുടെ വിഷമം. നിങ്ങൾ ഇറങ്ങിപ്പോ. ശരി, കാണാം. ഒരിക്കൽ നിങ്ങൾ എൻ്റെ കാല് പിടിക്കാൻ വരും. സത്യം പറഞ്ഞ താനിങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തനിക്ക് എന്തു പറ്റി? ഒന്നുമില്ല സിദ്ധു, തെറ്റിനെതിരെ എപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ?
സിപി, താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ആത്മാവും പ്രേതവും ഒക്കെ ഉണ്ട്. ഇയാള് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. സിപി, ഞാൻ സത്യമാണ് പറയുന്നത്. മാഡം എവിടെ? ഞാൻ മാഡത്തോട് പറഞ്ഞോളാം. മാഡം മാഡം ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുക. താനൊരു ശല്യമായല്ലോ. അയ്യോ, ഞാനല്ല, പ്രേതമാണ് ശല്യം. നന്ദൻ കഴിഞ്ഞ ദിവസം ഒരു പ്രേതത്തെ കണ്ട് ബോധം കെട്ടുന്നു. ആ പ്രേതം ഋഷിയുടെ പ്രേതമാണെന്നൊക്കെ. ഋഷിയുടെ പ്രേതമോ? ഒരു സംസാരം കേട്ടതാന്നേ. പ്രഭാവതി ചേച്ചിയെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞതാ. ഇയാൾക്ക് തലയ്ക്കെന്താ ഓണോ? പ്രേതം. ഇയാൾക്ക് വാ അടച്ച് വെറുതെ ഇരുന്നൂടെ? ഈശ്വര, ഞാനിതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക? എന്റെ സിപി, അമ്മയാണ് സത്യം. നന്ദൻ പ്രേതത്തെ കണ്ടു. പ്രേതം യക്ഷിക്ക് ഉണ്ട് സിപി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ പ്രേതങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പെൺപ്രേതങ്ങളാണ് ആൺപ്രേതങ്ങളെക്കാളും ടെറർ. രാത്രി 12 മണിക്ക് ഇടവഴിയിൽ വെച്ച് ആൺപ്രേതങ്ങളെ കണ്ടാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പെൺപ്രേതങ്ങൾ അങ്ങനെയല്ല, ചോര കുടിക്കും. അതുപോലെ പെൺപ്രേതങ്ങൾ പാട്ട് പാടും. ആൺപ്രേതങ്ങൾക്ക് അതിനുള്ള കഴിവ്. ഞാൻ എത്ര നേരം ആരോടെ സംസാരിച്ചു? എന്റെ ത്യാഗരാജ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ എന്റെ സ്വഭാവം മാറ്റണം. എന്റെ പൊന്ന് സിപി, ഞാൻ കാര്യമാണ് പറയുന്നത്. അന്ന് മീരയുടെ ആത്മാവ് വന്നു. ഇന്നിപ്പോ ഋഷിയെ പോലുള്ള ഒരാളുടെ ആത്മാവിനെ നന്ദൻ കണ്ടത്. എനിക്കിത് മാഡത്തെ അറിയിക്കണം. മാഡം ഒന്നാമതെ വിഷമിച്ചിരിക്കുക. ഇനി ഇതും കൂടെ കേട്ടാ മാഡത്തിന് ഭ്രാന്താവും. പ്രേതം മരണപ്പെടാത്ത ആളെങ്ങനെയാണോ പ്രേതമായിട്ട് മാറുന്നത്? അയ്യോ, ഋഷി എപ്പോഴാ? മാഡം വന്നു. പറഞ്ഞറിയാലോ, ആവശ്യമില്ലാത്ത ഒരു കാര്യവും വേണ്ടി പോരുത്. അല്ല, അത് എനിക്ക് പക്ഷെ ഇത് മാഡത്തോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല സിപി. ശ്വാസം മുട്ടും. താൻ ഋഷിയുടെ പ്രേതമെന്ന് ഒറ്റ പറഞ്ഞ തനിക്ക് പിന്നെ ശ്വസിക്കേണ്ടി വരില്ല. തന്നെ കൊന്നുകളയും. നമസ്കാരം മാഡം. ത്യാഗരാജൻ നേരത്തെ വന്നോ? ഇല്ല മാഡം, കുറച്ചു നേരമേ ആയുള്ളൂ. ഞാൻ മാഡത്തെ കാണാൻ വന്നത് ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി. രഹസ്യമായിട്ട് അറിഞ്ഞ കാര്യങ്ങളോ? അതെന്താണ്? അല്ല, അത് പിന്നെ അത് അല്ല, ഒന്നുമില്ല. പക്ഷെ ഉണ്ട്, ഈ പ്രേതലോകം എന്നൊരു ലോകം ഉണ്ടല്ലോ. ഈ മരിച്ചവരെ കാണാൻ പറ്റുന്നൊരു ലോകം. എന്താ മാഡം? ഇയാളുടെ തലയുടെ നട്ട് ന്യൂസാ. മാഡം മൈൻഡ് ചെയ്യണ്ട. നന്നായിട്ട് തൊഴാൻ പറ്റുമോ മാഡം? നന്നായിട്ട് തൊഴാൻ വേണ്ടിയാ പോയത്. പക്ഷെ അവിടെ ദേവികയെ കണ്ടു. അതോടെ മനസ്സൊന്ന് പതറിപ്പോയി. മനസ്സ് പതറും. അതിന് തകിട് ജപിച്ച് കിട്ടുന്നതാണ് ബെസ്റ്റ് മാഡം. വെറുതെ ഇരിക്കും ത്യാഗരാജ. ദേവിക എന്ത് പറയുന്നു മാഡം? മുമ്പ് പറഞ്ഞതൊക്കെ തന്നെ. ഡിവൈഎസ്പിയെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഋഷിയെ കാണാതായതില് അവക്ക് നല്ല വിഷമമുണ്ട്. നമുക്ക് ഓജോ ബോർഡ് പരീക്ഷിച്ചാലോ മാഡം? ത്യാഗരാജൻ എന്താ പറയുന്നേ? ഋഷിയെ കാണാൻ ഓജോ ബോർഡ് പരീക്ഷിക്കണമെന്നോ? അതെ അതെ അതെ. എന്നുവെച്ചാ ഋഷി മരിച്ചു എന്നോ? എന്റെ ഋഷി ജീവിച്ചിരിപ്പില്ല എന്നാണോ ത്യാഗരാജൻ പറയുന്നേ? മാഡം പ്ലീസ് മാഡം, തല്ലണ്ട. ആണോന്ന്? തല്ലണ്ട മാഡം. മാഡം പോട്ടെ. ഇയാൾ കുറച്ചു ദിവസമായിട്ട് ആകെ വട്ടുപിടിച്ച് നിൽക്കുക. മാഡം മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോകുമ്പോഴും ഒരു പിടിവള്ളിക്ക് വേണ്ടി കൈകാലിട്ട് അടിക്കുക ഞാൻ. അതെ. അപ്പോഴോ ഒരു ഓജോ ബോർഡും പ്രേതലോകവും. ശബ്ദം പ്രേതലോകം എന്ന് പറഞ്ഞപ്പോ അടയാളം കിട്ടി മാഡം. അത് പൂച്ച എന്തോ പാത്രം തട്ടിയിട്ടതാ. മാഡം മാഡം, അയ്യോ മാഡം, മാഡത്തിനൊരു പേടിയില്ലേ? സിപി, പ്രേതമുണ്ട്. മിണ്ടാതിരിക്കണോ? മാഡം, സിപി സിപി.
Dim